ഒരു നഴ്സ് എന്ന നിലയിൽ നമ്മളെല്ലാവരും മെഡിസിൻസ് കൈകാര്യം ചെയ്യുന്നവരാണ്. അതായത് നമ്മൾ നഴ്സാണ് അല്ലെങ്കിൽ നഴ്സിംഗ് ഓഫീസേഴ്സ് ആണ്, ഹോസ്പിറ്റലിൽ പേഷ്യൻസിന് കെയർ കൊടുക്കുന്നവരാണ്. സോ ആസ് എ നഴ്സ് ഇറ്റ് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഗീവ് മെഡിക്കേഷൻ അറ്റ് കറക്റ്റ് പേഷ്യൻ അറ്റ് കറക്റ്റ് ഡോസ് അറ്റ് കറക്റ്റ് ടൈം, അല്ലെ? ശരിയായ പേഷ്യന്റിന് ശരിയായ മെഡിക്കേഷൻ ശരിയായ സമയത്ത് ശരിയായ റൂട്ടിലൂടെ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ കോമൺ ആയിട്ട് ഒരുപാട് ഡ്രഗ്സ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡ്രഗ്സുകൾ ഒരു പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനാണ് ആന്റി ഹൈപ്പർ ടെൻസീവ്സ് എന്ന് പറയുന്നത്. എവിടെയാണ് നമ്മൾ ഈ ആന്റി ഹൈപ്പർടെൻസീവ്സിനെ കുറിച്ച് പഠിക്കുന്നത്? എല്ലാ ഡ്രഗ്സിനെ കുറിച്ചും 4th സെമസ്റ്ററിൽ ഫാർമക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലാണ് നമ്മൾ ഇതെല്ലാം പഠിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ 4th സെമസ്റ്ററിൽ ഫാർമക്കോളജി 1 എന്നും ഫാർമക്കോളജി 2 എന്നും പറഞ്ഞ് 2 പോർഷൻസ് ആയിട്ട് ഡ്രഗ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൽ നിങ്ങൾ പഠിക്കുന്ന ഡിസീസ് കണ്ടീഷൻസിന് അവിടെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്, ആ ഡ്രഗ്സിന്റെ ഫങ്ഷൻസും അത് ആർക്കൊക്കെ കൊടുക്കാമെന്നും ആർക്കൊക്കെ കൊടുക്കാൻ പാടില്ല എന്നും ഓരോ ഡ്രഗ്സും എങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതെന്നും ഓരോ ഡ്രഗ്സും അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ നഴ്സസ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഫാർമക്കോളജിയിൽ പഠിച്ചത്. എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഞാൻ ജയലക്ഷ്മി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റത്തിനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ ആ ഒരു സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് വരുന്ന ACE ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ചും ആണ്. റീസെന്റ് ആയിട്ട് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നോക്കൂ, ഇത് റീസെന്റ് ആയിട്ട് നടന്ന ഒരു ഫാർമക്കോളജി പാത്തോളജി ജെനറ്റിക്സിന്റെ കമ്പൈൻഡ് ആയിട്ടാണ് എക്സാം വരുന്നത് 4th സെമസ്റ്ററിൽ. ഫാർമക്കോളജി 1ഉം 2ഉം പാത്തോളജി 1ഉം 2ഉം ജെനറ്റിക്സും ഇത്രയും 3 സബ്ജക്ട്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് 75 മാർക്സിന്റെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാകുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 38 മാർക്സിന് ഫാർമക്കോളജിയിൽ നിന്ന് മാത്രമുള്ള ക്വസ്റ്റ്യനും സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 37 മാർക്ക് 37 മാർക്സിന് പാത്തോളജിയും ജെനറ്റിക്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. എന്നാൽ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഫാർമക്കോളജിയിൽ മാത്രമാണ് നിങ്ങൾക്ക് 10 മാർക്കിന്റെ എസ്സേ വരിക. പാത്തോളജിയിലോ ജെനറ്റിക്സിലോ 10 മാർക്കിന്റെ എസ്സേ ഇല്ല. ഫാർമക്കോളജിയിൽ ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അവിടെ MCQs ഉണ്ടാവും. അത് കൂടാതെ 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. വളരെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. റീസെന്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ക്ലാസിഫൈ ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്. ഓക്കെ, അതായത് എന്താണ് ഈ ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന രോഗം, ആ രോഗം ട്രീറ്റ് ചെയ്യാൻ വേണ്ടി, ആ ഒരു ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സിനെ കോമൺ ആയിട്ട്, അതായത് അവിടെ ഒരു ഡ്രഗ് അല്ല കൊടുക്കുന്നത്, ദർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്, അല്ലെ? ഒരുപാട് ടൈപ്സ് ഡ്രഗ്സുകൾ അതിനകത്ത് വരുന്നുണ്ട്. അവയെല്ലാം ചേർത്ത് ഒരുമിച്ച് പറയുന്ന പേരാണ് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്. ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സിന്റെ ടൈപ്സ് എഴുതുക അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുക. കൂടാതെ അതിൽ ഒരുപാട് ഡ്രഗ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവയെല്ലാം നിങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സെക്കൻഡ് പാർട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിലെ ഒരു ടൈപ്പ് ഡ്രഗ് ആയിട്ടുള്ള ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ACE ഇൻഹിബിറ്റേഴ്സ്. ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഡ്രഗിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, ഫാർമക്കോളജിക്കൽ ആക്ഷൻസ്, തെറാപ്യൂട്ടിക് യൂസസ് ഇവയെല്ലാം ഡിസ്കസ് ചെയ്യുക. സോ മറ്റൊരു ഡൗട്ട് നിങ്ങൾക്ക് ഇതുണ്ടാവും. അപ്പം ഈ ഒരു ടോപ്പിക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാകും. എങ്ങനെയാണ് പ്രസന്റ് ചെയ്യണമെന്നതിൽ മാത്രമായിരിക്കും അടുത്തൊരു ഡൗട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഇത്ര മാത്രം എഴുതിയാൽ 10 മാർക്കിന്റെ കണ്ടന്റ് ആകുമോ? ഇല്ല. ഇവിടെ നമ്മളൊരു ഡ്രഗിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള പല കാര്യങ്ങളും മെൻഷൻ ചെയ്യാനുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ എസ്സേക്ക് 10 മാർക്കാണെങ്കിലും അതിനെ ഡിവൈഡ് ചെയ്ത് 4+6 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 4 മാർക്സ് എന്തിനാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണോ ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് ക്ലാസിഫൈ ചെയ്യുന്നത്, ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് വേർഡ്സ് മാത്രം നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഹൈപ്പർ ടെൻഷൻ എന്താണെന്ന് എഴുതണം. ഹൈപ്പർ ടെൻഷൻ എഴുതി അതിനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ ടൈപ്സ് എഴുതണം. അതും കഴിഞ്ഞതിന് ശേഷമാണ് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സിനെ കുറിച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ. ഇഫ് യു ആർ പ്രസൻറ്റിംഗ് ഇൻ ദിസ് വേ ഡെഫിനറ്റ്ലി ദാറ്റ് 4 മാർക്സ് യു വിൽ ബി ഗെറ്റിംഗ്. അതായത്
ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് ക്ലാസിഫൈ ചെയ്യാനാണ് ആ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതെങ്കിലും നിങ്ങളത് വിശദീകരിച്ച് എന്താണ് ഹൈപ്പർ ടെൻഷൻ, എങ്ങനെയാണ് അതിൻ്റെ ടൈപ്സ് വരുന്നത്, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ എക്സാമ്പിൾസ് ഉൾപ്പെടെ നിങ്ങളവിടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ 4 മാർക്ക് കിട്ടും. അതിനുശേഷം അതിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് അല്ലെങ്കിൽ ഒരു ടൈപ്പാണ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സ്. ഇനിയാണ് നിങ്ങൾ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ച് വിശദീകരിക്കാൻ പോകുന്നത്, അതിൻ്റെ എക്സ്പ്ലനേഷൻ നൽകാൻ പോകുന്നു. സോ ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. എന്താണ് ഹൈപ്പർ ടെൻഷൻ, എന്തൊക്കെ ടൈപ്സ് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ അടുത്ത ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്. അവിടെ നമുക്ക് മെക്കാനിസം ഓഫ് ആക്ഷനും തെറാപ്യൂട്ടിക് യൂസസും മാത്രമല്ല പഠിക്കാനുള്ളത്, കംപ്ലീറ്റ് ACE ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കുന്നു. അവയെല്ലാം തന്നെ നിങ്ങൾ എക്സാമിന് പ്രസൻറ്റ് ചെയ്യുകയും എഴുതുകയും വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള 6 മാർക്കും അതുപോലെ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പൊതുവെ കുട്ടികൾക്ക് ഒരു സംസാരമുണ്ട്, ഫാർമക്കോളജി അല്ല ഭയങ്കര ടഫാണ്, എന്ത് പഠിച്ചാലും നമുക്ക് മനസ്സിലാകത്തേയില്ല. നിങ്ങൾ ടെൻഷൻ ആകണ്ട. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങൾ ഈ പഠിക്കുന്ന ഈ ഡ്രഗ് നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. അത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഞങ്ങൾ സിലബസ് ബേസ്ഡ് ആയിട്ട് നിങ്ങളുടെ സെമസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ നൽകി വരികയാണ്. ഫസ്റ്റ് സെമസ്റ്റർ മുതൽ 7th സെമസ്റ്റർ വരെയുള്ള എല്ലാ ക്ലാസ്സസും അവൈലബിൾ ആണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. വളരെ ചുരുങ്ങിയ ഫീസിൽ നിങ്ങൾ ഫസ്റ്റ് ഡേ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസും റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസും അതുപോലെ തന്നെ അതിൻ്റെ നോട്ട്സും നിങ്ങൾ പഠിക്കേണ്ട ഓരോ ചാപ്റ്ററിലും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ MCQസും കംപ്ലീറ്റ് ഡൗട്ട് ക്ലിയറൻസ് ടിൽ യുവർ സെമസ്റ്റർ എക്സാം നിങ്ങൾക്ക് വേണ്ട അവിടെ ഡൗട്ട് ക്ലിയറൻസ് ഉൾപ്പെടെ നിങ്ങളുടെ ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നതാണ്. ഓക്കെ, താല്പര്യമുള്ളവർ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നവർ സ്വയം പഠിക്കുക തന്നെ ചെയ്യുക. പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു തന്നാൽ ഈസി ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയാകും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് റെഫർ ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. എന്താണ് ഹൈപ്പർ ടെൻഷൻ എന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്താണെന്ന് നോക്കും, വളരെ ചുരുക്കി മാത്രം. കാരണം നമുക്ക് ACE ഇൻഹിബിറ്റേഴ്സ് പറയുമ്പോൾ എന്താണ് ഹൈപ്പർ ടെൻഷൻ എന്ന് അറിയണം. ബേസിക് എന്താണ് പ്രോബ്ലം എന്ന് അറിഞ്ഞാൽ അതിൻ്റെ കറക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ വാട്ട് ഈസ് മീൻ ബൈ ഹൈപ്പർ ടെൻഷൻ? വാട്ട് ഈസ് മീൻ ബൈ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റെറോൺ സിസ്റ്റം? ഹൗ ദിസ് ഫിസിയോളജി ഈസ് ഹാപ്പനിങ്? ഫ്രം ദ ഫസ്റ്റ് സെമസ്റ്റർ യു വെർ സ്റ്റഡിങ് അബൌട്ട് ദിസ് ടോപ്പിക്. ആദ്യത്തെ സെമസ്റ്റർ നമ്മൾ ഫിസിയോളജി, അനാട്ടമി ആൻഡ് ഫിസിയോളജി പഠിച്ചു. സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾ ഫണ്ടമെന്റൽസിൽ പഠിച്ചു. തേർഡ് സെമസ്റ്ററിൽ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൽ പഠിച്ചു. 4th സെമസ്റ്ററിൽ ഫാർമക്കോളജിയിൽ പഠിക്കുന്നു. ഈ 4 സെമസ്റ്ററിലും കണ്ടിട്ടും കേട്ടിട്ടും പഠിച്ചിട്ടുമുള്ള ഒരു ടോപ്പിക്കാണ് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റെറോൺ സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് എന്താണ് ആൻറ്റി ഹൈപ്പർടെൻസീവ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ അതിൽ ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ACE ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ചും, ഈ ACE ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഡ്രഗ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ആസ് എ നേഴ്സ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ പേഷ്യൻസിനെ എന്തൊക്കെ നമ്മൾ ടീച്ച് ചെയ്ത് കൊടുക്കണം, പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ പാർട്ട് എന്തൊക്കെയാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നവർ, നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല എങ്കിൽ, മനസ്സിലാക്കി പഠിച്ചില്ല എങ്കിൽ ഒന്നും മനസ്സിലാകാത്ത ഒരു ടോപ്പിക്കാണ് ഫാർമക്കോളജി. സോ ശ്രദ്ധിച്ചിരുന്നാൽ ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും പറ്റും. ഫസ്റ്റ് നോക്കൂ, എന്താണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ? വി നീഡ് നോർമൽ ബ്ലഡ് പ്രഷർ ടു ലീവ്. അല്ലെ, നമ്മുടെ ജീവൻ നിലനിർത്താൻ നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമൽ ആയിരിക്കണം. ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ നോർമൽ ആയിരിക്കണം. പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുണ്ട് വാട്ട് ഈസ് അവർ നോർമൽ BP ഓർ ബ്ലഡ് പ്രഷർ, ദറ്റ് ഈസ് 120/80. എന്നാൽ എല്ലാ ആൾക്കാർക്കും എക്സാക്ട്ലി ഈ 120/80 എന്നുള്ള BP മെയിൻറ്റെയിൻ ചെയ്യാറില്ല, ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. സ്ലൈറ്റ്ലി ഇറ്റ് മേ റെഡ്യൂസ് ഓർ സ്ലൈറ്റ്ലി ഇറ്റ് മേ ഇൻക്രീസ് ബേസ്ഡ് ഓൺ അവർ ഡയറ്റ്, ബേസ്ഡ് ഓൺ അവർ ആക്ടിവിറ്റി ഓർ ബേസ്ഡ് ഓൺ അവർ മെൻ്റൽ കണ്ടീഷൻസ്. ഇറ്റ് മേ വേരി ഓർ ഇറ്റ് മേ reduce or it may increase, but minor variations it is not a പ്രോബ്ലം അല്ലേ. ചെറുതായിട്ടുള്ള വേരിയേഷൻസ് 120ൽ നിന്ന് 118, 115, 110 എന്ന് പറയുമ്പോൾ അതൊരു മൈനർ വേരിയേഷൻ ആണ്. ദറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലമാറ്റിക് കണ്ടീഷൻ. ബട്ട് ഇഫ് ദ BP ഈസ് ഇൻക്രീസ്ഡ്, അതിൽ തന്നെ
സിസ്റ്റോളിക് ബി പി 140 mmHg കൂടുതലും ഡയസ്റ്റോളിക് ബി പി 80 mmHg അല്ലെങ്കിൽ 90 mmHg കൂടുതലും ആകുകയും അതങ്ങനെ ആകുക എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളതല്ല, പക്ഷെ അത് ലോങ് പീരീഡിൽ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈമിൽ അതേ രീതിയിൽ നിലനിൽക്കുകയുമാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സസ്റ്റൈൻഡ് എലിവേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ വെൻ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 140 mmHg. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 140 mmHg അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാവുകയും ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 90 mmHg അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈമിൽ ആകുകയാണെങ്കിൽ ഇതിനെ എന്ത് പറയുന്നു, ഹൈ ബ്ലഡ് പ്രഷർ ഓർ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. മറ്റൊരു കാര്യം കൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തട്ടെ. ഇറ്റ്സ് വൺ വേർഡ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് എ സൈലന്റ് കില്ലർ എന്നറിയപ്പെടുന്ന ഒരു ഡിസീസാണ് നമ്മുടെ ഈ ഒരു ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. യാതൊരുവിധ സിംറ്റംസും ഒന്നും കാണിക്കാതെ തന്നെ സൈലന്റ്ലി നമ്മുടെ ഓരോ വ്യക്തികളെയും കൊന്നുകൊണ്ടിരിക്കുന്ന, നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിസീസാണ്, നമ്മുടെ മരണത്തിലോട്ട് കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിസീസാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് സൈലന്റ് killer. So now you understood what is meant by hypertension. I know you people, we are familiar with this term. എന്നാൽ ഹൈപ്പർ ടെൻഷൻ പല ടൈപ്സ് ഉണ്ട്. ബേസ്ഡ് ഓൺ ദ സിസ്റ്റോളിക് ബി പി ആൻഡ് ഡയസ്റ്റോളിക് ബി പി ലെവൽ, ബി പി ഓർ ഹൈപ്പർ ടെൻഷൻ are mainly divided into 4 types. What are they? Pre-hypertension, hypertension stage 1, hypertension stage 2, hypertension stage 3. Pre-hypertension means മുമ്പ് അല്ലെങ്കിൽ ബിഫോർ എന്നുള്ള അർത്ഥം. അതായത് ഹൈപ്പർ ടെൻഷൻ ആകുന്നതിന് തൊട്ട് മുന്നേയുള്ള സ്റ്റേജിനെയാണ് പ്രീ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അവിടെ നോർമൽ ആയിട്ടുള്ള 120യിൽ നിന്നും സിസ്റ്റോളിക് ബി പി മാക്സിമം 139 വരെ ആകുന്നുണ്ടെങ്കിൽ, ഒപ്പം ഡയസ്റ്റോളിക് ബി പി നോർമൽ ആയിട്ടുള്ള 80യിൽ നിന്നും 89 വരെയാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ ഇതിനെ പ്രീ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. എന്നാൽ ഹൈപ്പർ ടെൻഷനിൽ ആകുമ്പോൾ അതിനെ വീണ്ടും 3 സ്റ്റേജ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അവിടെ ഫസ്റ്റ് സ്റ്റേജിൽ, സ്റ്റേജ് 1ൽ 140 to 159 സിസ്റ്റോളിക് ബി പിയും ഡയസ്റ്റോളിക് ബി പി 90 മുതൽ 99 ആയും മാറുന്നു എങ്കിൽ അതിനെ ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് 1 എന്നും, അതിനേക്കാൾ കൂടുന്നു, അതായത് 160 മുതൽ 179 വരെ സിസ്റ്റോളിക് ബി പിയും 100 മുതൽ 109 വരെ ഡയസ്റ്റോളിക് ബി പിയുമാണെങ്കിൽ അതിനെ ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് 2 എന്ന് പറയുന്നു. ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് 3 എന്താണ്? സിസ്റ്റോളിക് ബി പി ഇസ് മോർ ദാൻ 180, ഡയസ്റ്റോളിക് ബി പി മോർ ദാൻ 110 ആണെങ്കിൽ അതിനെ ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് 3 എന്ന് പറയുന്നു. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പർ ടെൻഷൻ. ഇത് കൂടാതെ പല ടൈപ്സ് വരുന്നുണ്ട്. നമുക്കത് പല കണ്ടീഷൻസ്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു അമ്മ, അവർക്ക് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഡയബറ്റീസ് ഉണ്ടാകാറുണ്ട്, ചിലർക്ക് ബി പി വളരെയധികം കൂടാറുണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാറുണ്ട്. ആ ഒരു സ്റ്റേജിൽ എന്താ പറയുന്നത്, ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറയുന്നു. സോ ഇങ്ങനെ പല രീതിയിൽ പല കോസസ് അനുസരിച്ച് പല ടൈപ്സ് ഹൈപ്പർ ടെൻഷൻ പറയാറുണ്ട്. എന്നാൽ കോമൺ ആയിട്ടുള്ളൊരു ലെവലാണ് ഞാനിവിടെ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്നത്. പ്രീ ഹൈപ്പർ ടെൻഷനും ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അല്ലാതെയുള്ള ക്ലാസിഫിക്കേഷൻ ഒന്നുകൂടെ ഉണ്ട്. ഇറ്റിയോളജി അനുസരിച്ച് എന്ത് കാരണമാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത് എന്നനുസരിച്ച് ഹൈപ്പർ ടെൻഷനെ പ്രൈമറി എന്നും സെക്കൻഡറി എന്നും തിരിക്കാറുണ്ട്. എന്താണ് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ? ഇതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്നാണ്. പ്രൈമറി ഹൈപ്പർ ടെൻഷനെ മറ്റെന്ത് പേരിൽ പറയുന്നു? എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. അതായത് ഈ ഹൈപ്പർ ടെൻഷന്റെ പ്രത്യേകത, ഇതിന്റെ 90 മുതൽ 95% കോസസും അതിൻ്റെ 95% കേസസും അവിടെ എക്സാക്ട്ലി എന്തുകൊണ്ടാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായത് എന്ന് നമുക്ക് പറയാൻ പറ്റാത്തതാണ്. അതിനെയാണ് പ്രൈമറി അല്ലെങ്കിൽ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. എക്സാക്ട് കോസ് ഈസ് അൺനോൺ. നമുക്ക് എക്സാക്ട്ലി എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് പ്രൈമറി ഓർ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ. അനദർ ടൈപ്പ് ഈസ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. ഇൻ ദിസ് ടൈപ്പ് BP is elevated because of specific cause. ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ അയോട്ട കൺജനിറ്റലി അല്ലെങ്കിൽ അവിടെ കൊയാട്രഷൻ സംഭവിച്ചു, അല്ലെങ്കിൽ കൺജനിറ്റലി നാരോഡായി. പേഷ്യൻ്റ് ഈസ് ഹാവിങ് റീനൽ ഡിസീസസ്, റീനൽ ആർട്ടറി സ്റ്റെനോസിസ്, ഓർ പേഷ്യൻ്റ് ഈസ് ഹാവിങ് സം എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്, പേഷ്യൻ്റ് ഈസ് ഹാവിങ് സ്ലീപ്പ് ഏപ്നിയ, പേഷ്യൻ്റ് ഈസ് ഹാവിങ് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ. അങ്ങനെ ഒരു സ്പെസിഫിക് കോസോട് കൂടി കറക്റ്റഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ അതിനെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്നാണ്
പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ഹിയർ വി ആർ സ്റ്റോപ്പിംഗ് ദ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ ഹൈപ്പർ ടെൻഷൻ. സോ ഹൈപ്പർ ടെൻഷൻ നമ്മളെ 3rd സെമസ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേയുടെ 10-15 മാർക്കുള്ള എസ്സേക്ക് ചോദിക്കുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ്. നിങ്ങളത് അവിടെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാകണം എന്ന് ഞാൻ ഉണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ നൗ യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് മീൻ ബൈ ഹൈപ്പർ ടെൻഷൻ. ഇനി നമുക്ക് ഇത് കൂടാതെ ഹൈപ്പർ ടെൻഷനും മറ്റു ചില ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 3 ടൈപ്സാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. മാലിഗ്നന്റ് ഹൈപ്പർ ടെൻഷനും ഐസൊലേറ്റഡ് സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷനും വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അറിയേണ്ടത് ഒരു പേഷ്യൻറ്റിന് ഹൈപ്പർ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. സോ വേരിയസ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആർ യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ദേ ആർ കളക്റ്റീവ്ലി കോൾഡ് as. What is mean by these drugs? That is anti-hypertensive drugs. എന്താണ് നമ്മൾ ആ ഡ്രഗ്സിനെ വിളിക്കുന്നത്? ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് എന്നാണ് വിളിക്കുന്നത്. സോ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് വിച്ച് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ BP. ദാറ്റ് ഈസ് നോൺ ആസ് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്. യു അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് എങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സിൽ ഏതൊക്കെ ടൈപ്സ് ആണ് വരുന്നത്? ഫസ്റ്റ് വൺ ഈസ് ഡയൂററ്റിക്സ്. അനദർ ഇമ്പോർട്ടൻറ്റ് 10 mark or 5 mark essay or 2 mark question or 1 mark question. Any type of question can be asked from diuretics for your exam. Another classification is beta blockers. When you are writing for the exam, you should maintain you should mention these headings as well as this explanation, small explanation with examples. What is meant by diuretics and how it function and what is the example for diuretics? Because first part of the question is asked for 4 marks. If when they are giving 4 marks, they will definitely expect a detailed classification. They will expect a detailed classification. Detailed classification means what are the types of drugs and what are the function of that drugs and what are the examples of that drugs. എന്താണ് ആ ഡ്രഗിൻ്റെ പേര്, എന്താണ് ആ ഡ്രഗിൻ്റെ ഫങ്ഷൻ, എന്തൊക്കെയാണ് അതിനുള്ള എക്സാമ്പിൾസ്. സോ യു ഹാവ് ടു റൈറ്റ് the what is mean by diuretics and what is the function of the diuretics and what is the example of diuretics. Right? പല ഡയററ്റിക്സ് പല ടൈപ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ ഫ്രൂസമൈഡ് മാത്രമാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ക്ലോർതയസൈഡ് മറ്റൊരു തയസൈഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഡയററ്റിക് ആണ്. 2 എക്സാമ്പിൾ നമ്മൾ അവിടെ എഴുതി. ഇത് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു? കിഡ്നിയിൽ സോഡിയം റീഅബ്സോർപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു. കാരണം സോഡിയം കൂടുന്തോറും വെള്ളത്തിന്റെ അളവ് ശരീരത്തിൽ കൂടുന്നു, ബ്ലഡ് വോളിയം കൂടുന്നു, അങ്ങനെ BP അവിടെ കൂടും. So it's our aim to reduce the sodium level. How we can inhibit in the kidney? Through inhibiting the sodium reabsorption. Reabsorption inhibit ചെയ്ത് നമുക്ക് ഡയോററ്റിക്സ് ഫങ്ഷൻ ചെയ്ത് സോഡിയം നമ്മുടെ ബ്ലഡിൽ കുറയ്ക്കാം, അങ്ങനെ BP കുറയ്ക്കാം. അതിന് സഹായിക്കുന്ന ഒരു എക്സാമ്പിൾ ഓഫ് ഡയോററ്റിക് ആണ് ഫ്രൂസമൈഡ്. അനദർ വൺ ഈസ് ക്ലോർതയസൈഡ്. ഇനിയും ഒരുപാട് ഡയോററ്റിക്സ് ഉണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. മറ്റൊരു ക്ലാസ്സിൽ നമുക്കത് നോക്കാം. ഇനി മറ്റൊരു ഡ്രഗ് ആണ് ബീറ്റ ബ്ലോക്കേഴ്സ്. ദീസ് മെഡിക്കേഷൻസ് റെഡ്യൂസ് ദ വർക്ക് ലോഡ് ഓഫ് ഹാർട്ട് ബിക്കോസ് വെൻ ദ ഹാർട്ട് പമ്പിങ് very hardly with great effort, it will definitely increase the blood pressure. എപ്പോഴാണോ ഹാർട്ടിന്റെ വർക്ക് ലോഡ് അവിടെ വളരെ കൂടുതലാകുന്നത് അപ്പോൾ അവിടെ BP കൂടുന്നു. സോ ഇറ്റ് ഇസ് അവർ എയിം ടു റെഡ്യൂസ് ദ വർക്ക് ലോഡ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. ഹാർട്ടിന്റെയും ബ്ലഡ് വെസൽസിന്റെയും വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യുക. അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു ഡ്രഗ് ആണ് ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഹാർട്ട് സ്ലോലി ബീറ്റ് ചെയ്യാനും വിത്ത് ലെസ് ഫോഴ്സ്, അവിടെ ആ ഒരു എനർജി പവർ ഫോഴ്സ് വളരെ കുറച്ച് മാത്രം എടുക്കാനും ഇത് സഹായിക്കും. ഇതിന് എക്സാമ്പിൾസ് ഏതാണ്? അറ്റിനലോൾ, പ്രൊപ്പനലോൾ, ഇതൊക്കെ ബീറ്റ ബ്ലോക്കേഴ്സ് ആണ്. ഇനി അനദർ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്, ദാറ്റ് ഈസ് ആൽഫ ബ്ലോക്കേഴ്സ്. നമ്മൾ ബീറ്റ ബ്ലോക്കേഴ്സ് പറഞ്ഞു, അതുപോലെ മറ്റൊരു ഡ്രഗ് ആണ് ആൽഫ ബ്ലോക്കേഴ്സ്. ദീസ് ഡ്രഗ്സ് കോസസ് പെരിഫറൽ വാസോഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. അതായത് നമ്മുടെ ബ്ലഡ് വെസൽസ് തന്നെ സെൻട്രൽ ബ്ലഡ് വെസൽസും ഉണ്ട്, പെരിഫറൽ ബ്ലഡ് വെസൽസ് ഉണ്ട് അല്ലേ. അവിടെ ശരീരത്തിന്റെ പെരിഫറൽ പാർട്ടുകളിൽ കാണപ്പെടുന്ന ബ്ലഡ് വെസൽസിന് വാസോഡയലേഷൻ കൊണ്ടുവരുന്ന അതിന് കാരണമാകുന്ന ഡ്രഗ്സിനെയാണ് ആൽഫ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എക്സാമ്പിൾ ഈസ് പ്രസോസിൻ. പ്രസോസിൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൽഫ ബ്ലോക്കേഴ്സ്. അനദർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്, ഇറ്റ് ഈസ് വാസോഡയലേറ്റേഴ്സ്. ഇറ്റ് ഈസ് വെരി
important 5-mark question, vasodilators. These medications act directly on the muscles in the wall of the arteries. Blood vessels in the arteries in the muscles and the wall in the muscles directly act and to prevent the muscles from tightening. Muscles tighten ആകുന്നത് അല്ലെങ്കിൽ ആർട്ടറീസ് നാരോ ആകുന്നതിന്റെ ഫലമായിട്ട് BP കൂടുന്നത് കൊണ്ട് അതിനെ ടൈറ്റനിങ് പ്രിവെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഡ്രഗ്സിനെ വാസോഡയലേറ്റേഴ്സ് എന്ന് പറയുന്നു. വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് വാസോഡയലേറ്റേഴ്സ്? ദാറ്റ് ഈസ് നൈട്രോഗ്ലിസറിൻ ആൻഡ് സോഡിയം നൈട്രോപ്രോസൈഡ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഡ്രഗ്. ദാറ്റ് ഈസ് നൈട്രോഗ്ലിസറിൻ ആൻഡ് nitroprusside, sodium nitroprusside. These are the two important, very common example of vasodilators. How these vasodilators helps in to reduce BP? It will dilate the blood vessels. Understood? Another drug is ACE inhibitors. That drug only we are going to study today. ACE inhibitors. These medications will reduce the conversion of angiotensin 1 to angiotensin 2 and prevents vasoconstriction. Blood vessels constrict ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുകയും, അതായത് ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്തിരിക്കണം എന്നാലേ നമുക്ക് BP നോർമലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വാസോ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസ്, ആർട്ടറീസ്, ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്ട് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. ഒപ്പം ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇൻഹിബിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള അർത്ഥം. അതിന് സഹായിക്കുന്ന ഡ്രഗ്സിനെയാണ് ACE ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഫോർ ACE ഇൻഹിബിറ്റേഴ്സ്? ക്യാപ്റ്റോപ്രിൽ, ലാമിപ്രിൽ, റാമിപ്രിൽ, അങ്ങനെ പല ഡ്രഗ്സ് ഉണ്ട് ACE ഇൻഹിബിറ്റേഴ്സിന് എക്സാമ്പിൾ. ക്യാപ്റ്റോപ്രിൽ, Ramipril. These are two examples for ACE inhibitors. Another classification, sixth classification of antihypertensives, that is calcium channel blockers. Another important 5-mark question. Calcium channel blockers. How these calcium channel blockers reduce the BP? Here you go. These drugs will block the movement of extracellular calcium into the cell. അതായത് സെല്ലുകൾക്ക് പുറമേയുള്ള കാൽസ്യം സെല്ലിനുള്ളിലോട്ട് എൻ്റർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നു, അതിൻ്റെ മൂവ്മെൻറ്റ് ബ്ലോക്ക് ചെയ്യുന്നു. ആൻഡ് കോസിങ്, അതിൻ്റെ ഫലമായിട്ട് ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുന്നു, അങ്ങനെ നമ്മുടെ ഹാർട്ട് റേറ്റ് ഡിക്രീസ് ചെയ്യുന്നു, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു? BP കുറയുന്നു. ദാറ്റ് ഈസ് എക്സാമ്പിൾസ് ഓഫ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആർ ആംബ്ലോഡിപ്പിൻ, വെരാപാമിൽ. നോട്ട് ഇറ്റ് ഡൗൺ. ദിസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും തെറ്റായിട്ടുള്ള എക്സാമ്പിൾസ്, തെറ്റായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എഴുതി വെക്കരുത്. നമ്മൾ സെലക്റ്റീവ് ആയിട്ട് 10 മാർക്കിൻ്റെ എസ്സേസ് പഠിക്കുമ്പോൾ അതിൽ വരുന്ന ഒരു എസ്സേ ആണ് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. എപ്പോഴും പല പേരുകളും മെഡിസിൻസ് നമുക്ക് സാമ്യത തോന്നും, സിമിലാരിറ്റി തോന്നും. ബട്ട് ഡോണ്ട് മേക്ക് എനി മിസ്റ്റേക്സ്. ലൈക്ക് ബീറ്റാ ബ്ലോക്കേഴ്സിന് പകരം കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് എക്സാമ്പിൾസ് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഡയോറട്ടിക്സിന് പകരം ആൽഫ ബ്ലോക്കേഴ്സ് എഴുതി വെക്കുക. അങ്ങനെയൊന്നും ചെയ്ത് കളയരുത്. ഓരോ ഡ്രഗ്സും കറക്റ്റ് പേരുകൾ അതുപോലെ നമുക്ക് എഴുതണം. കറക്റ്റായിട്ട് എക്സാമ്പിൾ തന്നെ എഴുതുക. ഡയോറട്ടിക്സ് ഈസ് എക്സാമ്പിൾ ഫ്രൂസമൈഡ് നിങ്ങൾക്ക് എഴുതാം. ബീറ്റാ ബ്ലോക്കേഴ്സിന് പ്രൊപ്പനലോളോ അറ്റിനലോളോ എഴുതാം. അത് കഴിഞ്ഞ് ആൽഫ ബ്ലോക്കേഴ്സിന് പ്രസോസിന് എഴുതാം. വാസോഡയലേറ്റർ നൈട്രോഗ്ലിസറിന് എഴുതാം, അല്ലെങ്കിൽ സോഡിയം നൈട്രോപ്രോസൈഡ് എഴുതാം. ACE ഇൻഹിബിറ്റേഴ്സ് ക്യാപ്റ്റോപ്രിൽ എഴുതാം, അല്ലെങ്കിൽ റാമിപ്രിൽ എഴുതാം. കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആംബ്ലോഡിപ്പിൻ ഓർ വെരാപാമിൽ എഴുതുക. ഇത് ഇത്രയും ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡ്രഗ്സ് ആണ്, ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് ആണ്. ഇവ കൂടാതെ നമുക്ക് ബ്ലഡ് പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ മറ്റു തെറാപ്പീസും ഉണ്ട്. അവ എന്തൊക്കെയാണ്? അക്യുപഞ്ചർ, റിലാക്സേഷൻ ടെക്നിക്സ്, ഡയോഷണൽ തെറാപ്പീസ്, അങ്ങനെ പല ടെക്നിക്സ് ഉപയോഗിച്ചും നമുക്ക് BP റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. അതർ ദാൻ മെഡിസിൻ ഓൾസോ സം റിലാക്സേഷൻ ടെക്നിക്സ് which help to reduce our blood pressure. And now we are going to study detailedly about what is mean by renin angiotensin aldosterone system, how it works in our body. എങ്ങനെയാണ് നോർമലി റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റെറോൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത്, അതും BP മെയിൻ്റെനൻസ് തമ്മിൽ എന്താണ് ബന്ധം? So here we will, in this chart, in this picture, we can get complete detail about RAAS. What is mean by renin angiotensin aldosterone system? സോ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ കുറച്ച് 2 ദിവസമായിട്ട് നന്നായി വെള്ളം കുടിക്കുന്നില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? എൻ്റെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ എൻ്റെ ബ്ലഡ് വോളിയം കുറയും. എൻ്റെ ശരീരത്തിൽ ഒഴുകുന്ന ബ്ലഡിൻ്റെ വോളിയം കുറയുക എന്ന് പറഞ്ഞാൽ എൻ്റെ BP കുറയുന്നു, എൻ്റെ ശരീരത്തിൽ ഒഴുകുന്ന ബ്ലഡിൻ്റെ അളവ് കുറയുന്നു. ഓരോ പ്രാവശ്യവും എൻ്റെ കിഡ്നിയിലോട്ട് ഒഴുകുന്ന ബ്ലഡിൻ്റെ അളവ് അവിടെ കുറയുന്നു. ഡിക്രീസ് ഇൻ റീനൽ പെർഫ്യൂഷൻ, കിഡ്നിയിലോട്ട്
റീനൽ ആർട്ടറി വഴി കിഡ്നിയിലോട്ട് എത്തുന്ന ബ്ലഡിന്റെ അളവ് കുറയുന്നു. സോ കിഡ്നിക്ക് അവിടെ എന്ത് മനസ്സിലാവും? യെസ്, ദിസ് പേഴ്സൺ ഹാവ് ലോ ബ്ലഡ് പ്രഷർ ഓർ ലെസ് ബ്ലഡ് വോളിയം. ഇവിടെ ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് ഉണ്ട്, വെള്ളം വളരെ കുറവാണ്, ആവശ്യത്തിനുള്ള ബ്ലഡ് കിഡ്നിയിലോട്ട് എത്തുന്നില്ല എന്ന തിരിച്ചറിവ് കിഡ്നിക്ക് ഉണ്ടാവുകയും കിഡ്നിയുടെ ജെക്സ്റ്റാഗ്ലോമല്ലാർ അപ്പാരറ്റസ്, അതായത് നെഫ്രോൺ നിങ്ങൾക്കറിയാം കിഡ്നിയുടെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറാണ് നെഫ്രോണിന്റെ ജെക്സ്റ്റാഗ്ലോമല്ലാർ അപ്പാരറ്റസിൽ നിന്നും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? റെനിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അണ്ടർസ്റ്റുഡ്? അതായത് എൻ്റെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് അവിടെ കുറഞ്ഞു, എൻ്റെ BP അവിടെ കുറഞ്ഞു. ഇതാര് തിരിച്ചറിഞ്ഞു? നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും നമ്മുടെ കിഡ്നി തിരിച്ചറിയും. കിഡ്നിക്ക് എപ്പോഴും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബ്ലഡ് അവിടെ എത്തിക്കൊണ്ടേയിരിക്കണം. വെൻ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ്, കിഡ്നി വിൽ അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് എ ഡിക്രീസ് ഇൻ റീനൽ പെർഫ്യൂഷൻ ആൻഡ് ദിസ് പേഴ്സൺ ഈസ് ഹാവിംഗ് ലെസ് ഫ്ലൂയിഡ് വോളിയം, ദിസ് പേഴ്സൺ ഈസ് ഹാവിംഗ് ഡിക്രീസ്ഡ് ബ്ലഡ് പ്രഷർ. കിഡ്നി അണ്ടർസ്റ്റുഡ്. ആൻഡ് വാട്ട് കിഡ്നി വിൽ ബി ഡൂയിങ്? Kidney will produce renin. From where? From the nephron. From the nephron, which part? Juxtaglomerular apparatus. Juxtaglomerular apparatus എന്ന് പറയുന്ന പർട്ടിക്കുലർ പാർട്ടിൽ നിന്നും റെനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ നമ്മളിവിടെ റെനിനിലെത്തി. നമ്മുടെ സിസ്റ്റത്തിന്റെ ആദ്യത്തെ വേർഡാണ് റെനിൻ. ഈ റെനിൻ എന്താണ് ചെയ്യുക? ലിവറിൽ നിന്നും നോർമലി നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ആൻജിയോടെൻസിനോജൻ. വി നോ ദാറ്റ് liver is having main function in the production of protein that we studied in the biochemistry. So അവിടെ ലിവറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്, ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ആൻജിയോടെൻസിനോജൻ. സോ വാട്ട് വിൽ ഹാപ്പൻ? ആൻജിയോടെൻസിനോജനിൽ എന്ത് സംഭവിക്കും? ഈ റെനിൻ ബ്ലഡിലൂടെ ഒഴുകുകയാണ്. ഈ ബ്ലഡിലൂടെ ഒഴുകുന്ന റെനിൻ ബ്ലഡിൽ തന്നെ എത്തിച്ചേരുന്ന ആൻജിയോടെൻസിനെ, ഇനാക്റ്റീവ് ആയിട്ടുള്ള ആൻജിയോടെൻസിനോജനെ കൺവേർട്ട് ചെയ്ത് എന്താക്കി മാറ്റും? ആക്ടിവേറ്റ് ചെയ്ത് എന്താക്കി മാറ്റും? ആൻജിയോടെൻസിൻ 1 എന്ന ഒരു സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്നു. സോ now you understood what is mean by renin and how it convert to angiotensinogen to angiotensin 1. Now the second term came, angiotensin. റെനിനിൽ നിന്നും ആൻജിയോടെൻസിൻ ഫോം ചെയ്തത്. റെനിൻ ആൻജിയോടെൻസിനോജനെ കൺവേർട്ട് ചെയ്ത് ആൻജിയോടെൻസിൻ 1 ആയി, അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള ആൻജിയോടെൻസിനോജനെ ആക്റ്റീവ് ആയിട്ടുള്ള ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റി. When this angiotensin 1 circulates in the blood, our lungs and kidney will produce an enzyme called ACE, angiotensin converting enzyme. നമ്മുടെ ബ്ലഡിൽ ഒഴുകുന്ന ഈ ആൻജിയോടെൻസിൻ 1നെ കൺവേർട്ട് ചെയ്ത് മറ്റൊരു സബ്സ്റ്റൻസ് ആക്കി മാറ്റാൻ കഴിവുള്ള, അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന മറ്റൊരു എൻസൈം അവിടെ ബ്ലഡിലോട്ട് എത്തിച്ചേരും. എവിടെ നിന്ന് എത്തിച്ചേരും? പ്രൈമർലി ഫ്രം ദ ലങ്സിൽ നിന്നും അവിടെ ബ്ലഡിലോട്ട് എത്തിച്ചേരുന്നു. ഈ ബ്ലഡിൽ എത്തിച്ചേരുന്ന ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം, ഓക്കെ, ആൻജിയോടെൻസിൻ കൺവേർട്ട് ചെയ്യാൻ കഴിവുള്ള എൻസൈം അവിടെ എത്തിച്ചേരുന്നു, ACE. ഈ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ആൻജിയോടെൻസിൻ 1നെ കൺവേർട്ട് ചെയ്ത് എന്താക്കി മാറ്റും? ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റുന്നു. അണ്ടർസ്റ്റുഡ്? ആൻജിയോടെൻസിൻ 1നെ ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റുന്നു. അപ്പോൾ അതിന് സഹായിച്ച എൻസൈം ACE ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. അണ്ടർസ്റ്റുഡ്? ഇത് നോർമലി നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതാണ്. BP കുറയുമ്പോൾ BP കൂട്ടാനുള്ള, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂട്ടാനുള്ള, ബ്ലഡ് വോളിയം കൂട്ടാനുള്ള മറ്റൊരു മെക്കാനിസമാണ്, നോർമലി വരുന്ന ഒരു മെക്കാനിസമാണ്. ഈ ആൻജിയോടെൻസിന് എന്തിനൊക്കെയുള്ള കഴിവുണ്ട്? പല കഴിവുമുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് ഈ ആൻജിയോടെൻസിൻ 2 ചെയ്യാറുണ്ട്. ഒന്ന്, നമ്മുടെ സിമ്പതറ്റിക് ആക്ടിവിറ്റീസ്, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം നിങ്ങൾക്കറിയാം. സിമ്പതറ്റിക് ആക്ടിവിറ്റീസിന്റെ തോത് അവിടെ കൂട്ടുന്നു. അത് ഒന്ന്. ഇത് ഫസ്റ്റ് ഫാക്ടറാണ്, ഫസ്റ്റ് ഫങ്ഷനാണ്. രണ്ടാമത് ട്യൂബുലാർ, നമ്മുടെ ബ്ലഡ് അല്ല, നമ്മുടെ കിഡ്നിയിൽ നെഫ്രോണിന്റെ ട്യൂബുലാർ സോഡിയം ക്ലോറൈഡിന്റെ റീഅബ്സോർഷനും പൊട്ടാസ്യത്തിന്റെ എക്സ്ക്രീഷനും കൂട്ടുന്നു. സോഡിയത്തിന്റെയും ക്ലോറൈഡിന്റെയും റീഅബ്സോർഷൻ അവിടെ, ട്യൂബുലാർ റീഅബ്സോർഷൻ അവിടെ കൂട്ടുക, അതായത് നമ്മുടെ ബ്ലഡിനുള്ളിലോട്ട് സോഡിയത്തിന്റെയും ക്ലോറൈഡിന്റെ അബ്സോർഷൻ കൂട്ടുകയും ബ്ലഡിലുള്ള പൊട്ടാസ്യം പുറത്തോട്ട് എക്സ്ക്രീറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഒപ്പം ബ്ലഡിൽ വാട്ടർ റിട്ടൻഷൻ, അതായത് അധികം വാട്ടർ യൂറിനായിട്ട് നഷ്ടപ്പെടാതെ നമ്മുടെ ശരീരത്തിൽ തന്നെ വാട്ടർ തങ്ങി നിൽക്കാനും സഹായിക്കുന്നു. ദിസ് ആർ ദ മെയിൻ മെക്കാനിസം ഫോർ ഇൻക്രീസിങ് BP. അതായത് ആൻജിയോടെൻസിൻ 2ന്റെ ആക്ഷൻ വഴി നമ്മുടെ നെഫ്രോണിന്റെ ട്യൂബ്യൂൾസുകളിൽ സോഡിയവും ക്ലോറൈഡും യൂറിനിലോട്ട് നഷ്ടപ്പെടാതെ അത് തിരിച്ച് റീഅബ്സോർവ് ചെയ്യുന്ന പ്രോസസ്സ് കൂടും.
പൊട്ടാസ്യം, അധികമുള്ള പൊട്ടാസ്യം എല്ലാം നശിപ്പിക്കാൻ അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ചെയ്യാൻ സഹായിക്കും. ബ്ലഡിലുള്ള വെള്ളമെല്ലാം അവിടെ തന്നെ തങ്ങി നിൽക്കാനും പുറത്തധികം നഷ്ടപ്പെടാതെ നോക്കുന്നതിനും സഹായിക്കും. ഇൻ ദിസ് വേ ഓൾസോ BP will increase. So because sodium level will increase, water level will increase. So BP will be increasing. Sympathetic activity increased, BP will be increasing. At the same time, adrenal gland, നമ്മുടെ കിഡ്നിയുടെ മുകളിൽ ഒരു ക്യാപ്പ് പോലെ കാണപ്പെടുന്ന ഈ അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടക്സിൽ നിന്നും അവിടെ എന്ത് ചെയ്യും? ആൻജിയോടെൻസിൻ 2ന്റെ ഫംഗ്ഷൻ കൊണ്ട് ആൽഡോസ്റ്റിറോണും സെക്രീറ്റ് ചെയ്യും. ആൽഡോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടും ഈ ആക്ടിവിറ്റീസ്, ഈ തൊട്ട് മുന്നേ പറഞ്ഞ വാട്ടർ റിട്ടൻഷനും പൊട്ടാസ്യം എക്സ്ക്രീഷനും സോഡിയം റീഅബ്സോർപ്ഷനും ഒക്കെ അതിന്റെ തോത് അവിടെ കൂടുകയും ചെയ്യുന്നു. ഹിയർ നമ്മുടെ മൂന്നാമത്തെ വേർഡ് അവിടെ വന്നു. റെനിൻ എത്തി, ആൻജിയോടെൻസിൻ ഫോം ചെയ്തു, ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 ആയി, ആൻജിയോടെൻസിൻ 2 ഫോം ചെയ്തതിന്റെ ഫലമായിട്ട് ഇവിടെ ആൽഡോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്തു. ഇതെല്ലാം നമ്മുടെ BP ഇൻക്രീസ് ചെയ്യുന്നതിന്, ബ്ലഡ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഒപ്പം നമ്മുടെ ബ്ലഡ് വെസൽസ്, വാസോ കൺസ്ട്രിക്ഷൻ ഇൻക്രീസ് ഇൻ ദ ബ്ലഡ് പ്രഷർ, വാസോ കൺസ്ട്രിക്ഷൻ ബ്ലഡ് വെസൽസ് ചുരുങ്ങുന്നു. ആർട്ടീരിയോളാൽ വാസോ കൺസ്ട്രിക്ഷൻ സംഭവിക്കുകയും ആ ബ്ലഡ് വെസൽസ് ചുരുങ്ങുന്നതിന്റെ ഫലമായിട്ട് BP അവിടെ കൂടുകയും ചെയ്യും. ഒപ്പം തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബിൽ ഇത് ആക്ടിവേറ്റ് ചെയ്ത് ADH, അതായത് ആന്റി ഡയൂററ്റിക് ഹോർമോൺ സെക്രീഷൻ അവിടെ നിന്ന് കൂടുകയും ഇതും നമ്മുടെ കിഡ്നിയിൽ ആക്ട് ചെയ്ത് കളക്ടിങ് ഡക്റ്റിൽ നിന്നും അവിടെ നിന്ന് പുറത്തോട്ട് യൂറിനായിട്ട് പോകാൻ നഷ്ടപ്പെടാനിരുന്ന വെള്ളം പോലും, വാട്ടർ പോലും അവിടെ റീഅബ്സോർബ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ എല്ലാ രീതികളിലും കൂടെ അവിടെ ബ്ലഡിന്റെ വോളിയം കൂടുന്നു, അവിടെ BP ബ്ലഡ് പ്രഷർ അവിടെ കൂടുന്നു. വെള്ളവും ഉപ്പും ബ്ലഡിൽ അവിടെ റിട്ടൻഷൻ ചെയ്യുകയും അങ്ങനെ നമ്മുടെ ബ്ലഡ് വോളിയം കൂടുകയും ബ്ലഡ് പ്രഷർ തിരിച്ച് നോർമൽ ലെവലിലോട്ട് എത്തുകയും ചെയ്യുന്നു. ദിസ് ഈസ് എ നോർമൽ ഫിസിയോളജി ഇൻ അവർ ബോഡി. Now you understood what is meant by renin angiotensin aldosterone system. അതായത് ബ്ലഡിന്റെ വോളിയം കുറഞ്ഞു, കിഡ്നി റെനിൻ പ്രൊഡ്യൂസ് ചെയ്തു, ലിവർ എപ്പോഴും ആൻജിയോടെൻസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, റെനിൻ ആൻജിയോടെൻസിനിൽ ആക്ടിവേറ്റ് ചെയ്ത് ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റി. സെയിം ടൈം ലങ്സിൽ നിന്നും ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം എത്തുന്നു, അതിന്റെ അളവ് കൂടുന്നു. അങ്ങനെ ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 ആയിട്ട് മാറുന്നു. ആൻജിയോടെൻസിൻ 2 ആണ് നമുക്ക് എന്തൊക്കെ ഫംഗ്ഷൻസ് ചെയ്യുന്നു? സിമ്പതറ്റിക് ആക്ടിവിറ്റി കൂട്ടി, വാട്ടർ റിട്ടൻഷൻ കൂട്ടി, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് കൂട്ടി, പൊട്ടാസ്യം അധികമുള്ളത് എക്സ്ക്രീറ്റ് ചെയ്തു. ഒപ്പം തന്നെ ഇത് ആൻജിയോടെൻസിൻ 2ന്റെ ആക്ടിവിറ്റി കൊണ്ടും അതുകൂടാതെ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നുള്ള കോർട്ടക്സിൽ നിന്നുള്ള ആൽഡോസ്റ്റിറോൺ സെക്രീഷൻ കൂടുന്നത് കൊണ്ടും ഈ വെള്ളത്തിന്റെ അളവ് അവിടെ കൂടുന്നുണ്ട്. ഒപ്പം നമ്മുടെ ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്ട് ചെയ്യുന്നു. ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്ട് ചെയ്യുമ്പോൾ അതിനുള്ളിൽ പ്രഷർ കൂടും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും ADH ആന്റി ഡയൂററ്റിക് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് കിഡ്നിയിൽ ആക്ടിവേറ്റ് ചെയ്ത് കളക്ടിംഗ് ഡക്റ്റിൽ നിന്നും വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്നു. ഇങ്ങനെ പല വിധത്തിൽ നമ്മുടെ വെള്ളത്തിന്റെ അളവ്, ബ്ലഡ് വോളിയത്തിന്റെ അളവോട് കൂടി ബ്ലഡ് പ്രഷർ അവിടെ നോർമൽ ലെവലിലോട്ട് എത്തിച്ചിരുന്നു. ദിസ് ഇസ് നോർമൽ activity. But when the patient is having higher blood volume, increased blood volume, the BP will be increased. BP will be going more than normal level. എപ്പോഴാണോ പേഷ്യന്റിന്റെ ബ്ലഡ് വോളിയം കൂടുതലായിട്ടുള്ളത് അപ്പോൾ ബ്ലഡ് പ്രഷർ ഓൾറെഡി കൂടുകയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? ആ ബ്ലഡ് പ്രഷർ തിരിച്ചു കൊണ്ടുവരിക, നോർമലിലോട്ട് തിരിച്ചു കൊണ്ടുവരിക. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡ്രഗാണ് ACE ഇൻഹിബിറ്റേഴ്സ്. അതായത് നോർമലി ഇവിടെ ആൻജിയോടെൻസിൻ 1നെ ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റുന്നത് ACE ആണ്, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ആണ്. സോ ഈ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിന്റെ ആക്ടിവിറ്റിയെ സ്റ്റോപ്പ് ചെയ്യുന്ന ഡ്രഗാണ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം എന്ന് പറയുന്നത്. നൗ യു ആർ understood about the angiotensin converting enzyme. Why we are using angiotensin converting enzyme inhibitors in hypertension? Because angiotensin converting enzyme will help to increase the BP. So when we inhibit the activity of this enzyme, it will reduce the BP. Understood? നമ്മൾ ഈ എൻസൈമിന്റെ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് BP റിഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ നോർമൽ മെക്കാനിസം മനസ്സിലായെങ്കിൽ ഇനി നമുക്ക് ഡ്രഗ്സിലോട്ട് പോയാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ACE ഇൻഹിബിറ്റേഴ്സ്, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റർ എന്നാണ് അതിൻ്റെ പേര്. ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഡ്രഗാണ് ഇത്. അതായത് ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയ സ്റ്റോപ്പ് ചെയ്യുന്നു. ആൻജിയോടെൻസിൻ 1 കൺവേർട്ട് ചെയ്ത് ആൻജിയോടെൻസിൻ 2 ആകുമ്പോഴാണ് അത് പല ആക്ടിവിറ്റീസിലൂടെ BP കൂട്ടുന്നത്. സോ ഓൾറെഡി BP കൂടി നിൽക്കുന്ന അവർക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫർദർ BP ഇൻക്രീസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ACEയുടെ ആക്ടിവിറ്റി
കുറയ്ക്കുക. അതിൽ തന്നെ പലതരമുണ്ട്. AC ഇൻഹിബിറ്റേഴ്സിന് വീണ്ടും പല ടൈപ്പ് ഉണ്ട്. ലൈക്ക് കാപ്റ്റോപ്രിൽ, എനൽപ്രിൽ, ബെൻസെപ്രിൽ, ലിസിനോപ്രിൽ, അങ്ങനെ പല ടൈപ്സ് ഡ്രഗ്സ് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, സൾഫ് ഹൈഡ്രൈൽ കണ്ടൈൻ അതിന്റെ കെമിക്കൽ ഫോർമുല അനുസരിച്ചാണ് അത് പല ക്ലാസിഫിക്കേഷൻ വരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ ക്ലാസിഫിക്കേഷൻ എഴുതാം. ആസ് എ നേഴ്സ് നമ്മൾ അതിന്റെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എഴുതിയില്ല എങ്കിലും പ്രശ്നമില്ല. നിങ്ങൾക്ക് AC ഇൻഹിബിറ്റേഴ്സ് ഗ്രൂപ്പിന് എക്സാമ്പിൾ ആയിട്ട് കോമൺ ആയിട്ട് കാപ്റ്റോപ്രിൽ, എനലപ്രിൽ, റാമിപ്രിൽ, ലിസ്നോപ്രിൽ, ഇതിലേതെങ്കിലും ഒരു 3-4 എക്സാമ്പിൾ നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇവിടെ നോക്കൂ, കാപ്റ്റോപ്രിൽ, എനലപ്രിൽ, റാമിപ്രിൽ, ക്യുനിലാപ്രിൽ, ട്വേനാപ്രിൽ, പെരിൻഡോപ്രിൽ, ലിസ്നോപ്രിൽ, ബെൻസെപ്രിൽ, ഫോസിനോപ്രിൽ ആൻഡ് ട്രെൻഡോലപ്രിൽ. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കാപ്റ്റോപ്രിലും എനലാപ്രിലും റാമിപ്രിലും. ഓക്കെ, ഇത്രയും ഓർത്തിരിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞ റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ സിസ്റ്റം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. സോ വാട്ട് വിൽ ബി ഹാപ്പനിങ് ഇഫ് യു ആർ ടേക്കിംഗ് ACE ഇൻഹിബിറ്റേഴ്സ്? ACE ഇൻഹിബിറ്റേഴ്സ് ലോവർ ബ്ലഡ് പ്രഷർ, നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു. എങ്ങനെ? ബൈ റെഡ്യൂസിങ് പെരിഫറൽ വാസ്കുലാർ റെസിസ്റ്റൻസ്, പെരിഫറൽ ബ്ലഡ് വെസൽസിന്റെ റെസിസ്റ്റൻസ് കുറച്ച് ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു. ഒപ്പം തന്നെ ബ്ലോക്ക് ദ ACE, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ ആൻജിയോടെൻസിൻ 1 എന്ത് ചെയ്യുന്നു? അവിടെ ആൻജിയോടെൻസിൻ 2 ആയിട്ട് മാറുന്നത് തടയുന്നു. ACE ഇൻഹിബിറ്റേഴ്സ് ആൻജിയോടെൻസിൻ 2ന്റെ അളവ് കുറയ്ക്കുമ്പോൾ അവിടെ ബ്രാഡികൈനിന്റെ അളവ് കൂടുന്നു. ബ്രാഡികൈനിന്റെ അളവ് കൂടുന്നത് നോട്ട് ചെയ്യുക. ചില ഓൺവേർഡ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഇത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ബ്രാഡികൈനിന്റെ അളവ്, ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ വരുന്നുണ്ട്. അവിടെ നമ്മൾ ഈ ടേം വീണ്ടും ഡിസ്കസ് ചെയ്യും. ആൻജിയോടെൻസിൻ ഡിക്രീസ് ചെയ്യുമ്പോൾ ACE ഇൻഹിബിറ്റേഴ്സ് എന്നുള്ള ഡ്രഗ്സ് ഉപയോഗിച്ച് ആൻജിയോടെൻസിൻ 2ന്റെ അളവ് കുറയ്ക്കുമ്പോൾ അവിടെ ബ്രാഡികൈനിന്റെ അളവ് അവിടെ കൂടുന്നു. അതുപോലെ തന്നെ ആൽഡോസ്റ്റിറോൺ, അതായത് ACE ഇൻഹിബിറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ആൽഡോസ്റ്റിറോണിന്റെ സെക്രീഷൻ കുറയ്ക്കുന്നു. ആൽഡോസ്റ്റിറോണിന്റെ സെക്രീഷൻ കൂടിയാൽ അവിടെ BP കൂടും. സോ ആൽഡോസ്റ്റിറോണിന്റെ സെക്രീഷൻ അവിടെ കുറയ്ക്കുന്നു. അങ്ങനെ സോഡിയം റിട്ടൻഷൻ കുറയുന്നു, വാട്ടർ റിട്ടൻഷനും കുറയുന്നു. വെള്ളത്തിന്റെ അളവും സോഡിയത്തിന്റെ അളവും കുറയ്ക്കുന്നു. ഇൻ ദിസ് വേ ഇറ്റ് വിൽ റെഡ്യൂസ് ദ BP. ഓക്കെ, വാസ്കുലാർ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നു. ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ ആ ഒരു കൺവേർഷൻ കുറയുന്നതിന്റെ ഫലമായിട്ട് അവിടെ ബ്രാഡികൈനിന്റെ ലെവൽ കൂടുന്നു, ആൽഡോസ്റ്റിറോണിന്റെ അളവ് കുറയുന്നു, വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുന്നു, സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുന്നു. ദിസ് ഈസ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ACE ഇൻഹിബിറ്റേഴ്സ്. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ഓർമ്മ വരണം. മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുമ്പോൾ ഇവിടെ ഈ ഒരു കൺവേർഷനാണ് ഈ ഒരു ACE ഇൻഹിബിറ്റേഴ്സ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? Next one, what are the uses? When we are studying about a drug, we should know for which patient we are using these drugs, and that means therapeutic uses or indications of these drugs. ACE inhibitors mainly used for hypertension. We know that hypertensive patients നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കാർഡിയാക് ഫെയിലിയർ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻസിന് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പോസ്റ്റ് MI മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉള്ള പേഷ്യൻസിന്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ വന്നതിന് ശേഷം ഈ ഒരു ACE ഇൻഹിബിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. റീനൽ ഡിസീസസ് ഉള്ള പേഷ്യൻസിന് യൂസ് ചെയ്യുന്നുണ്ട്. സിസ്റ്റമിക് സ്ക്ലിറോസിസ് ഉള്ള പേഷ്യൻസിന് യൂസ് ചെയ്യുന്നുണ്ട്. ഡയബറ്റിക് നെഫ്രോപ്പതി ഉള്ള പേഷ്യൻസിന് യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ ഗൗട്ട് ഉള്ള പേഷ്യൻസിന് യൂസ് ചെയ്യുന്നുണ്ട്. സ്ക്ലിറോഡെർമ ക്രൈസിസ് ഉള്ള പേഷ്യൻസിന് യൂസ് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉള്ള പേഷ്യൻസിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിസ്ലിപ്പിഡമിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല റീസൺസിൽ ആർക്കൊക്കെ അവിടെ BP കൂടാനുള്ള ചാൻസ് ഉണ്ടോ അവരെല്ലാവർക്കും നമ്മൾ ഈ ACE ഇൻഹിബിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അണ്ടർസ്റ്റുഡ് വാട്ട് ആർ ദ ഇൻഡിക്കേഷൻസ് ഓഫ് ACE ഇൻഹിബിറ്റേഴ്സ്? ഹൈപ്പർടെൻഷൻ, കാർഡിയാക് ഫെയിലുവർ, റീനൽ ഫെയിലുവർ, സിസ്റ്റമിക് സ്ക്ലിറോസിസ്, ഡിസ്ലിപ്പിഡമിക് പേഷ്യൻസ്, ഡയബറ്റിക് നെഫ്രോപ്പതി, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, അങ്ങനെ പല കണ്ടീഷൻ. പോസ്റ്റ് MI, ഈവൻ പോസ്റ്റ് MIയിൽ പോലും ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നെക്സ്റ്റ്, if you are giving a drug ACE inhibitor for a patient, definitely patient may get some adverse effect. എന്തൊക്കെയാണ് നമ്മളവിടെ എക്സ്പെക്ട് ചെയ്യുന്ന അഡ്വേഴ്സ് എഫക്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണ്? ഒന്ന്, ഡ്രൈ കഫ്. എന്തുകൊണ്ടാണ് പേഷ്യന്റിന് ആ ഡ്രൈ കഫ് ഉണ്ടാകുന്നത്? ഹിയർ ഈസ് അനദർ പോയിന്റ്. ബിക്കോസ് ഓഫ് ACE inhibitors there will be increased level of bradykinin. ബ്രാഡികൈനിന്റെ ലെവൽ അവിടെ കൂടുന്നു. ബ്രാഡികൈനിന്റെ ലെവൽ അവിടെ കൂടുന്നതിന്റെ ഫലമായിട്ടാണ് പേഷ്യന്റിന് 5 to 20% പേഷ്യൻസിന് when they are taking ACE inhibitors they may get a cough or dry
കഫ്. ഇതുകൂടാതെ പേഷ്യൻസിന് റാഷസ് ഉണ്ടാകാം, ഫീവർ ഉണ്ടാകാം, ഹൈപ്പോടെൻഷൻ ഉണ്ടാകാം. ഹൈപ്പോടെൻഷൻ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ആർട്ടീരിയൽ ഡയലേഷനും വീനസ് ഡയലേഷനും ഉണ്ടാകും അല്ലേ. ബി പി കൂടുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ACE ഇൻഹിബിറ്റേഴ്സ് കൊടുക്കുന്നു. അപ്പോൾ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുന്നു. അത് എക്സ്ട്രീം ആയിട്ട് ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ചിലപ്പോൾ കൂടുതലായിട്ട് ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എന്ത് ചെയ്യാം? ഹൈപ്പോടെൻഷനിലോട്ട് എത്തിച്ചേരാം. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് കാരണം ഹൈപ്പോടെൻഷനിലോട്ട് എത്തിച്ചേരാം. ഓക്കെ, ഡിക്രീസ്ഡ് വോളിയം ഓർ ഇൻക്രീസ്ഡ് വാസോ ഡയലേഷൻ, ഇത് കാരണം നമുക്കവിടെ ഹൈപ്പോടെൻഷൻ ഉണ്ടാകാം. അതുകൂടാതെ ഹൈപ്പർ കലീമിയ, ബ്ലഡിൽ സോഡിയം പുറത്തോട്ട് നഷ്ടപ്പെടുത്തിയിട്ട് അവിടെ നമ്മുടെ ACE ഇൻഹിബിറ്റേഴ്സ് എന്ത് ചെയ്യും? ACE ഇൻഹിബിറ്റേഴ്സ് കഴിക്കുമ്പോൾ അവിടെ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ അവിടെ കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം പൊട്ടാസ്യം എക്സ്ക്രീറ്റ് ചെയ്യുന്നത് കുറയുന്നു. അങ്ങനെ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് ഹൈപ്പർ കലീമിയ അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് പൊട്ടാസ്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഡിക്രീസ്ഡ് എക്സ്ക്രീഷൻ ഓഫ് ദ പൊട്ടാസ്യം അല്ലേ. നമ്മുടെ യൂറിനിലൂടെ പൊട്ടാസ്യം പുറത്തോട്ട് പോകുന്നത് കുറയുന്നതിൻ്റെ കാരണമായിട്ട് ഹൈപ്പർ കലീമിയ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലോമലാർ ഫിൽട്രേഷൻ റേറ്റ് അവിടെ കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം ബ്ലഡ് അവിടെ കിഡ്നിയിലോട്ട് എത്തുന്ന ബ്ലഡിൻ്റെ അളവ് അവിടെ കുറയാനും അവിടെ ഡിക്രീസ്ഡ് ഗ്ലോമലാർ ഫിൽട്രേഷൻ ആകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ആൻജിയോഡിമ, വാസോ ഡയലേഷൻ സംഭവിക്കുന്നത് കാരണം അവിടെ എന്ത് ചെയ്യാം? ബ്ലഡ് വെസൽസിലൊക്കെ ആൻജിയോ എഡിമ, സ്വെല്ലിംഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ ബ്ലഡ് വെസൽസിലൂടെ ആ ബ്ലഡ് ഫ്ലൂയിഡ് കണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ അളവ് കൂടാൻ ചാൻസ് ഉണ്ട്. ആൻജിയോ എഡിമ ഉണ്ടാകാം. ചിലപ്പോൾ പേഷ്യൻസിൻ്റെ ഹെഡേക്ക്, ഡിസ്നെസ് ഇവ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. സോ വാട്ട് ആർ ദ അഡ്വേഴ്സ് എഫക്ട്സ്? പേഷ്യൻ്റ് മേ ഗെറ്റ് കഫ്, ഡ്രൈ കഫ് ബിക്കോസ് ഓഫ് വാട്ട്? ഇൻക്രീസ്ഡ് ബ്രാഡിക്കൈനിൻ ലെവൽ. റാഷസ് ഉണ്ടാകാം, ഫീവർ ഉണ്ടാകാം, ഹെഡേക്ക് ഉണ്ടാകാം, ഡിസ്നെസ് ഉണ്ടാകാം. ഡിക്രീസ്ഡ് പൊട്ടാസ്യം എക്സ്ക്രീഷൻ കാരണം ഹൈപ്പർ കലീമിയ ഉണ്ടാകാം. ഇൻക്രീസ്ഡ് വാസോഡൈലേഷൻ കാരണം അവിടെ ഹൈപ്പോടെൻഷൻ ഉണ്ടാകാം, ടയേർഡ്നെസ് ഉണ്ടാകാം. So these are the adverse effects or side effects of the patient. And some other point is contraindication. To whom we should not give ACE inhibitors. ആർക്കൊക്കെ നമ്മൾ ACE inhibitors കൊടുക്കരുത്? ഇവിടെ വളരെ കോഷ്യസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഓൾറെഡി രണ്ട് സൈഡിലും കിഡ്നി റീനൽ ആർട്ടറി സ്റ്റീനോസിസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ സിംഗിൾ കിഡ്നിയിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെങ്കിൽ അവർക്ക് നമ്മൾ ACE inhibitors കൊടുക്കരുത്. അതുപോലെ തന്നെ ഓൾറെഡി പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാരാണെങ്കിൽ ഇത് കുഞ്ഞിന് ഡാമേജുകൾ ഉണ്ടാക്കാവുന്നത് കൊണ്ട് അവർക്ക് നമ്മൾ ACE ഇൻഹിബിറ്റേഴ്സ് കൊടുക്കരുത്. ഒന്ന്, ബൈലാറ്ററൽ റീനൽ ആർട്ടറി സ്റ്റീനോസിസ് ഉള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ സിംഗിൾ കിഡ്നി ഉള്ള പേഷ്യൻസ്. അടുത്ത മൂന്നാമത്, പ്രഗ്നൻസി ആണെങ്കിൽ അവിടെ കുഞ്ഞുങ്ങൾക്ക് ഫീറ്റസിന് ഇത് പ്രോബ്ലം ഉള്ളത് കൊണ്ട് പ്രഗ്നൻസിയിൽ ഇത് കൊടുക്കരുത്. മറ്റൊന്ന്, ഓൾറെഡി ഹൈപ്പർ കലീമിയ ഉള്ള പേഷ്യൻസ്. നമുക്കറിയാം സൈഡ് എഫക്ട്സിൽ അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്ട്സിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് ഹൈപ്പർ കലീമിയ. ഓൾറെഡി പൊട്ടാസ്യം കൂടി നിൽക്കുന്നവർക്ക് വീണ്ടും നമ്മൾ ACE ഇൻഹിബിറ്റേഴ്സ് കൊടുത്താൽ വീണ്ടും ഹൈപ്പർ കലീമിയ അല്ലെങ്കിൽ പൊട്ടാസ്യം ലെവൽ അവിടെ കൂടും. സോ ദെയർ മേ ബി ചാൻസ് ഫോർ arrest. So we should not give for the patients who are having hyperkalemia. അതുപോലെ തന്നെ സിവിയർ അയോട്ടിക് സ്റ്റീനോസിസ്, ഓൾറെഡി ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ട്, അയോട്ടിക് സ്റ്റീനോസിസ് ഓൾറെഡി ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് നമ്മളിത് കൊടുക്കരുത്. സിവിയർ റീനൽ ഫെയിലിയർ ഉള്ള പേഷ്യൻസിന് നമ്മളിത് കൊടുക്കരുത്. അതുപോലെ പ്രഗ്നൻസി ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. We should take precaution in these cases. We should not give this drug for these patients. Already angioedema, already hyperkalemia, already hypersensitivity, ACE inhibitors allergic ആയിട്ടുള്ള പേഷ്യൻസ്, ഇംപെയർഡ് റീനൽ ഫംഗ്ഷൻ ഉള്ള പേഷ്യൻസ്, ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ്, ഹൈപ്പോവോളീമിയ ഉള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് മാത്രമേ ഈ ഡ്രഗ്സ് കൊടുക്കാൻ പാടുള്ളൂ. പ്രഗ്നൻസിയിൽ ഇത് കൊടുക്കരുത്. ഇത് ഫീറ്റോടോക്സിക് ആണ്. ദാറ്റ് ഫീറ്റോടോക്സിക് മീൻസ് ഇറ്റ് മേ ഹാവ് സം എഫക്റ്റ് ഓർ ഇൽ എഫക്റ്റ് ഓൺ ആരാണ്? കുഞ്ഞ് ബേബി ഫീറ്റസിൽ ഇൽ എഫക്ട്സ് ഉണ്ടാകും. സോ വി ഷുഡ് നോട്ട് ഗിവ് ACE inhibitors for pregnant woman. So now you understood what are the contraindications. Next one, while we are administering ACE inhibitors for the patients, what are all our nursing considerations? What step we should take to prevent adverse effects? Mainly, ഒന്ന്, നമ്മൾ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രഗ് കൊടുത്തത്. ഒപ്പം തന്നെ നമ്മൾ അവിടെ എന്തെങ്കിലും പേഷ്യൻ്റെ ബ്ലഡ് സ്റ്റഡീസ് നമ്മൾ നടത്തണം. മോണിറ്റർ ബ്ലഡ് സ്റ്റഡീസ്, മോണിറ്റർ ബ്ലഡ് പ്രഷർ ആൻഡ് റീനൽ സ്റ്റഡീസ്. കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കണം. കാരണം കിഡ്നി പ്രോപ്പർ ആണോ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നെഫ്രോട്ടിക് സിൻഡ്രോമോ റീനൽ ഫെയിലിയറോ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് റീനൽ സ്റ്റഡീസ് ചെയ്യണം. പേഷ്യൻ്റെ പോളിയൂറിയോ ഒലിയൂറിയോ അല്ലെങ്കിൽ ഡിസ്യൂറിയ, കാരണം ഫ്ലൂയിഡിൻ്റെ അളവ് പുറത്തോട്ട് പോകുന്ന അധികമായിട്ടോ വളരെ കുറവാണോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി യൂറിനേഷനോ എന്തെങ്കിലും
പ്രോബ്ലംസ് കിഡ്നിയിലുണ്ടോ എന്നറിയാൻ വേണ്ടി അത് ചെക്ക് ചെയ്യണം. ഒപ്പം ബേസ് ലൈൻ ആയിട്ട് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും നടത്തണം. പൊട്ടാസ്യം ലെവൽ, നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ നമുക്ക് നഴ്സിംഗ് കൺസിഡറേഷൻസ് പറയാം. ബ്ലഡ് സ്റ്റഡീസ് നോക്കണം, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കണം, ന്യൂട്രോഫിൽ കൗണ്ട് നോക്കണം. ബ്ലഡ് പ്രഷർ എപ്പോഴും മോണിറ്റർ ചെയ്യണം, കാരണം ഹൈപ്പോ ടെൻഷനിലോട്ട് എത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബ്ലഡ് പ്രഷർ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യണം. റീനൽ സ്റ്റഡീസ്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും റീനൽ ഫംഗ്ഷൻ ടെസ്റ്റും ചെയ്ത് നോക്കണം. യൂറിൻ പാസ് ചെയ്യുന്ന പോളിയൂറിയോ ഒലിഗൂറിയോ ഡിസ്യൂറിയോ അനുഭവപ്പെടുന്നുണ്ടോ നോക്കുക. പൊട്ടാസ്യം ലെവൽ മോണിറ്റർ ചെയ്യുക. കയ്യോ കാലിലോ എന്തെങ്കിലുമൊക്കെ എഡിമ ഉണ്ടോ, വെയിറ്റ് ഗെയിൻ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ നോക്കുക. അലർജിക് റിയാക്ഷൻസ്, റാഷസ്, ഫീവർ, പ്രൂറൈറ്റസ്, അട്രിക്കാരിയ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ നോക്കുക. ഇത് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡെഫിനറ്റ്ലി വി ഷുഡ് സ്റ്റോപ്പ് ദിസ് ഡ്രഗ്. ആ ഡ്രഗ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക തന്നെ വേണം. ദീസ് ആർ ദ സം നഴ്സിംഗ് കൺസിഡറേഷൻ ഓർ റോൾ ഓഫ് നഴ്സ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ACE ഇൻഹിബിറ്റേഴ്സ്. ഈവൻ ദോ ദിസ് നഴ്സിംഗ് കൺസിഡറേഷൻ ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ യുവർ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ നഴ്സിംഗ് കൺസിഡറേഷൻസ് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇൻ ദ എക്സാം യു ഹാവ് ടു റൈറ്റ്, ആസ് എ നഴ്സ് യു ഹാവ് ടു റൈറ്റ് നഴ്സിംഗ് കൺസിഡറേഷൻസ്. എന്താണ് ഡ്രഗ്, അതിൻ്റെ ഫംഗ്ഷൻ എന്ത്, മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്, തെറാപ്യൂട്ടിക് യൂസസ് എന്തൊക്കെയാണ്, ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്, കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്, അഡ്വേഴ്സ് എഫക്ട്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം എഴുതി കഴിഞ്ഞാൽ നഴ്സസിന്റെ റോള്, നഴ്സിംഗ് കൺസിഡറേഷൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുക. നെക്സ്റ്റ് വരുന്ന ഒരു ചെറിയൊരു പാട്ട് കൂടെ പറയാം. വെൻ വി ആർ ഗിവിംഗ് ACE inhibitors to the patient, we should educate some things to the patient. പേഷ്യൻറ്റിന് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഈച്ച് പേഷ്യൻറ്റ് നോട്ട് ടു ഡിസ്കണ്ടിന്യൂ ഡ്രഗ് ആസ് ദ സിംറ്റംസ് മെ നോട്ട് അപ്പിയർ ബട്ട് ദ ഡിസീസ് ഈസ് നോട്ട് ക്യൂർഡ്. അതായത് സിംറ്റംസ് വേറൊന്നും അപ്പിയർ ചെയ്യുന്നില്ല, ഡിസീസ് ക്യൂറും ആയിട്ടില്ല എങ്കിൽ ഈ ഡ്രഗ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. ഈ ഡ്രഗിനൊപ്പം മറ്റു ചില ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ, അതായത് ഡോക്ടേഴ്സ് എഴുതാതെയുള്ള OTC മെഡിസിൻസ് എടുക്കരുത്. കാരണം നമ്മൾ അറിഞ്ഞുകൂടാത്ത പല ഇൻട്രാക്ഷൻസ് മറ്റു ചില ഡ്രഗ്സും ഈ ACE ഇൻഹിബിറ്റേഴ്സുമായിട്ട് പല ഇൽ എഫക്ട്സുകൾ ഉണ്ടാക്കാം, ചില പല റിയാക്ഷൻസ് സംഭവിക്കാം. സോ ഡോണ്ട് ടേക്ക് എനി OTC അലോങ് വിത്ത് ACE ഇൻഹിബിറ്റേഴ്സ്. അതുപോലെ തന്നെ പേഷ്യൻറ്റിനോട് സാന്തീൻസ്, അതായത് കോഫി, ടീ, ചോക്ലേറ്റ്, കോള ഇതുപോലെയുള്ള സാന്തീൻ പ്രോഡക്റ്റുകളെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറയുക. കറക്റ്റായിട്ട് ഡോസേജ് ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്ത്, സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്ത്, സ്ട്രെസ് റെഡ്യൂസ് ചെയ്ത്, മോഡിഫൈഡ് ഡയറ്റിലൂടെ കണ്ടിന്യൂ ചെയ്യാൻ പറയുക ലൈഫ്. അതുപോലെ തന്നെ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോ ടെൻഷനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് വളരെ സ്ലോലി മാത്രം ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴോ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിരിക്കുമ്പോഴോ വളരെ സ്ലോലി മാത്രം എഴുന്നേൽക്കുക. ഇത് നമ്മൾ പേഷ്യൻറ്റ് ടീച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്, പേഷ്യൻ്റ് എഡ്യൂക്കേഷനാണ്. അതുപോലെ തന്നെ ഹോട്ട് വെതറിൽ, ചൂടുള്ള സമയത്ത് എക്സ്ട്രീം സ്വെറ്റിംഗ് ആകുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസോ എക്സസൈസുകളോ ഒക്കെ അവോയ്ഡ് ചെയ്യുക. കാരണം അത് ഹൈപ്പോ ടെൻഷന് കാരണമാകാം. പേഷ്യൻ്റ് എക്സസീവ് പെർസ്പിറേഷനോ ഡീഹൈഡ്രേഷനോ വോമിറ്റിങ്ങോ ഡയേറിയോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് BP കുറയുന്നതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. പേഷ്യനോട് പറയുക, ചിലപ്പോൾ ഈ ഡ്രഗ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസ്നെസ്സോ ഫെയിൻറ്റിങ്ങോ സിൻകോപ്പോ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ ദേ ഷുഡ് നോട്ട് ബി വറീഡ് ആൻഡ് they should understand it is because of these drugs only. We should teach them what are the side effects. And ask the patient to report any mouth sore throat, coughing, shortness of breath എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ തന്നെ പേഷ്യനോട് എപ്പോഴും BPയും പൾസും ഫ്രീക്വൻ്റ്ലി ചെക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക. സോ ദീസ് ആർ ഓൾ ദ പോയിന്റ്സ് ടു ബി ടോട്ട് ഫോർ ദ പേഷ്യൻറ്റ് വെൻ വി ആർ അഡ്മിനിസ്ട്രിങ് ACE ഇൻഹിബിറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ACE ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഐ തിങ്ക് യു ഓൾ ആർ ക്ലിയർ വിത്ത് ദിസ് കണ്ടീഷൻ. ഹിയർ ആഫ്റ്റർ ഏത് എക്സാമിന് നിങ്ങൾക്ക് ACE ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ച് ചോദിച്ചാലും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആർക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റോടെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കംപ്ലീറ്റ് Pathology 1, Pharmacology 1, Pathology 2, Pharmacology 2, Genetics, Adult Health Nursing 2 കംപ്ലീറ്റ് ക്ലാസ്സസും 4th സെമ്മിന് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോ മെസ്സേജ് അയച്ചോ കോൺടാക്ട് ചെയ്യാം. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലാസ്സസും എല്ലാ ക്ലാസ്സസും തന്നെ ക്ലാസ്സും നോട്ട്സും എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ആദ്യ ദിവസം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തേണ്ട. ഇപ്പോൾ കിട്ടുന്നത് വളരെ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. ആഫ്റ്റർ ഷോർട്ട് പീരീഡ് ഇറ്റ് മേ ചേഞ്ച് ടു ഹയർ എമൗണ്ട്. സോ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.